പ്രിയമുള്ളവരെ, 2025 ഡിസംബർ 9-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് പുൽപ്പാറയിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. പുൽപ്പാറയിലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞാൻ വളർന്നതും എന്നെ വളർത്തിയതും നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ മുഖവരിയില്ലാതെ ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുൻ മെമ്പർമാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ പുൽപ്പാറ ഗ്രാമത്തിന്റെ വളർച്ച വികസനവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഒരു ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് ഗ്രാമീണ റോഡുകളാണ്. നമ്മുടെ ഗ്രാമത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനവും അതിന്റെ സംരക്ഷണത്തിനും ഞാൻ മുൻഗണന നൽകും. ഇനിയും ടാർ ചെയ്യാനുള്ള റോഡുകളുണ്ട്. അതിന്റെ ടാറിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും. ഇനിയും കുടിവെള്ളവും വൈദ്യുതിയും എത്താത്ത വീടുകളിൽ അവ എത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും. അവ എത്തിക്കും. ജൽജീവൻ മിഷനിലൂടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആ പദ്ധതി എല്ലായിടത്തും നടപ്പിലാക്കും. ഇനിയും നമ്മുടെ വാർഡിൽ കുറേയേറെ വീടുകൾ നന്നാക്കാനുണ്ട്, അല്ലെങ്കിൽ താമസയോഗ്യമാക്കാനുണ്ട്. അവയെല്ലാം താമസയോഗ്യമാക്കുന്നതിനുള്ള, അവർക്ക് നല്ല ഒരു പാർപ്പിടം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടത്തും. നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നമ്മൾ നേരിടുന്ന ഏറ്റവും ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വീടുകളിൽ ഇന്ന് പ്രായമായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഉള്ളത്. അവരുടെ സംരക്ഷണത്തിനും അവർക്ക് മാനസികോല്ലാസം കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവരുടെ അടുത്തെത്തി അവരുടെ കാര്യങ്ങൾ തിരക്കുന്നതിനും അവരോട് അല്പം സംസാരിക്കുന്നതിനുമുള്ള സമയം കണ്ടെത്തും. അവരെയും ചേർത്ത് പിടിക്കും. നമ്മുടെ ഈ ഉഴവൂർ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ താരങ്ങളോ ക്രിക്കറ്റ് താരങ്ങളുള്ളത് നമ്മുടെ വാർഡിലാണ്. അപ്പോൾ ആ യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കും. അവർക്ക് നല്ലൊരു കളിക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനോടൊപ്പം അവർക്ക് മറ്റ് ചിന്തകളിലേക്ക് വഴിതെറ്റിപ്പോകാതെ അവരെ നല്ല ഒരു ഭാവി തലമുറയായി വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ സമഗ്രമായ ഒരു വികസനം നമുക്ക് ഉണ്ടാകുന്നതിനായി പരിശ്രമിക്കും. കുടുംബശ്രീകളുമായി ചേർന്ന് അവരുടെ വികസന പ്രവർത്തനങ്ങൾ, അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ 100 കണക്കിന് പദ്ധതികളാണ് ജനങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളത്. അവ മുഴുവൻ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി തീർച്ചയായും പരിശ്രമിക്കും. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. പെൻഷൻ കിട്ടാൻ അർഹതയുള്ള ആളുകൾക്ക് അവ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ ഈ നാടിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇന്നലകളിൽ എങ്ങനെയായിരുന്നോ ഞാൻ പ്രവർത്തിച്ചത്, അത് കൂടുതൽ ശക്തിയോടുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന്റെ പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യനും ജീവജാലങ്ങൾക്കുമെല്ലാം ഒന്നിച്ച് ഒരേപോലെ വികസനമുണ്ടാകുന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം അനിൽകുമാർ. ഇത്തരമൊരു സംരംഭത്തിലൂടെ എന്നെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി സ്വന്തം യൂട്യൂബിലൂടെ പരിശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അയൽക്കാരിയും എൻ്റെ പ്രിയ സുഹൃത്ത് ഷെല്ലിയുടെ ഭാര്യയുമായ രജിത ഷെല്ലിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ യൂട്യൂബ് ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.